ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഏകദേശം പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ബാഗായി. ഇപ്പം കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10, 12, 13 കിലോ ഉണ്ടെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ ലാപ്പ്, ഗിംബല്, ക്യാമറൻ്റെ ആക്സസറീസ്, ക്യാമറ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോഴത്തേക്കും ഞാനിനി അടുത്തത് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ വിളിക്കാൻ വരും. കൂട്ടുകാരൻ പിന്നെ വിളിച്ചിട്ട് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടാക്കും. എന്നിട്ട് ബാക്കി ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കാണും. അപ്പം നമുക്കപ്പം യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ കേട്ടോ. ഇനി 12:20 ട്രെയിൻ. ഏകദേശം ഇപ്പം 12:05 ആയിട്ടുണ്ട്. ഇനി ട്രെയിൻ കണ്ടുപിടിച്ച് സീറ്റൊക്കെ കണ്ടുപിടിച്ചിരിക്കണം. കണ്ട തമ്പാനൂർ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഫ്രണ്ട്സൊന്നും ഇതുവരെ എത്തിയിട്ടില്ല, അറിയത്തില്ല. അവർ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യണം. അവർ AC കമ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ എന്തായാലും ആദ്യം എൻ്റെ ബർത്തിൽ കയറി ഇരുന്ന ശേഷം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ബാഗിനൊക്കെ നല്ല മുടിഞ്ഞ വെയിറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് പാടാണ് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ ഈ ബർത്തിൽ കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പുതിയ കുറേ ഫീച്ചേഴ്സ് വ്യത്യാസമുണ്ട്. ഓരോ വർഷം ഓരോന്നാണ്. നമ്മുടെ കൂടെ നമ്മളിപ്പം ഇതിനകത്തിരുന്ന് ചെറിയൊരു കാറ്റ് കൊള്ളാനുള്ള പരിപാടിയായിട്ട് ഇരിക്കുകയാണ്. ഓക്കെയാണ്. അപ്പോൾ एक पीस है ना, ज़्यादा നമ്മളപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. കണ്ട, ന്യൂഡൽഹി എത്തി. അപ്പോൾ ഇനി അവിടെ നിന്ന് നമ്മൾ നേരെ റൂമിലോട്ട് പോവുക. റൂമിൽ കുറച്ച് റെസ്റ്റ് എടുത്ത ശേഷം അവിടുത്തെ സിറ്റുവേഷനൊക്കെ നോക്കിയിട്ട് വേണം ഇനി അടുത്ത ബസ്സിൽ കയറിയിട്ട്
നമ്മളപ്പം ഡൽഹി സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവുകയാണ്. ഡൽഹി സ്റ്റേഷനിൽ ഇങ്ങോട്ടല്ലേ ഇനി അടുത്ത് പുറത്തിറങ്ങണ്ടേ അളിയാ? നല്ല തിരക്കുണ്ട് ഈ റോഡിൽ. നമ്മളിനി പുറത്തോട്ട് ഇറങ്ങുകയാണ്. വെൽക്കം ടു ന്യൂ ഡൽഹി. പുറത്ത് ഒരുപാട് ഓട്ടയൊക്കെ നിങ്ങൾക്ക് കാണാം. കണ്ട മെട്രോ ഒക്കെ ഇറങ്ങും. എവിടെ ഇറങ്ങും? ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഗേറ്റ് വെയിൽ തന്നെ അന്യായ വെയിലടിയാ. കൊച്ചു കൊച്ചു കടകളാണ്, കഴിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ ജിലേബി പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ? മൊയിന് തണലിൽ നിൽക്കാമെന്ന് പറഞ്ഞു. കണ്ടോ ഇവിടെ ഡ്രസ്സൊക്കെ ഉണ്ട്, ടീഷർട്ട് ഒക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ബസ്സൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇനി അടുത്ത് ക്യാബിൽ എത്ര രൂപ റേറ്റ് നോക്കിയിട്ട് കുറച്ച് പൈസ ആവണമെങ്കിൽ നമ്മൾ ക്യാബിൽ പോകും, അല്ലെങ്കിൽ നമ്മൾ മെട്രോയിൽ പോകും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അമ്മമാർ ഇത് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ. കണ്ട ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് കണ്ട നല്ല അത്യാവശ്യം പിങ്ക് ഗ്രീൻ എന്നൊക്കെ പറഞ്ഞ് നല്ല പടമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. കണ്ട നയി ഭാരത് കാഫിയൻ. भैया भैया कश्मीरी गेट जाओगे? कश्मीरी गेट जाओगे? कश्मीरी गेट നമ്മളിപ്പം ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ലഗേജൊക്കെ ബാക്കിൽ വെച്ച് 150 രൂപ എന്നാണ് പറഞ്ഞത്. കാശ്മീരി ഗേറ്റ് വരെ പോകാൻ 150 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളപ്പോൾ ഹോട്ടലിൽ പോവുകയാണ്. നമ്മൾ 3 പേരും അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. കരിമ്പൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് ഈ സാധനത്തിൻ്റെ പേരെന്തിനാണ്? ഈ ഓട്ടോ പോലെ എന്താ ചവിട്ടി കൊണ്ടുപോകണ അക്ഷ കണ്ട. അവിടെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്. ഡൽഹി സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് ഡൽഹി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓൾഡ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് റോഡിൽ. സ്റ്റേഡിയമുണ്ട്, ഫിറോസ് ഷാ കോട്ല ഇന്റർനാഷണൽ സ്റ്റേഡിയമുള്ളത്. ആ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകണം. അത് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. ഞാൻ കൂടെ കേടാ. കാശ്മീരി ഗേറ്റിൽ വന്ന് ഓട്ടം ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് റൂം തപ്പിയാണ് പോണത്. നമ്മൾ അവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമിലോട്ടാണ് പോണത്. അവിടെ തൊട്ട് ഇതുവരെ ഓട്ടോയിൽ 150 രൂപയാണ് നമ്മൾ കൊടുത്തത്. ഇവിടെയാകുമ്പോൾ നമുക്ക് ഹിമാചലിൽ പോകാനും ഉത്തരാഖണ്ഡ് പോകാനുള്ള ബസ്സുകൾ കിട്ടുകയും ചെയ്യും. ഈ ഹിമാചൽ പോകാനും അവിടെ തന്നെ ഉത്തരാഖണ്ഡ് പോകാനുള്ള ബസ് ഇവിടെ നിന്ന് തന്നെ കിട്ടുമല്ലേ? ഒരു കണക്കിന് ഡൽഹി ഇറങ്ങിയിട്ട് ഇവിടെ സ്റ്റേ അടിച്ചിട്ട് ബസ് നോക്കിയിട്ട് പോകണം നല്ലതല്ലേ? എങ്ങോട്ട് പോകണം എന്നുള്ള നോക്കണം. സ്ഥലത്തോട്ടാണ് പോകുന്നത്, അതനുസരിച്ച്. ഏത് ഫ്ലോറിൽ? പൈസ വെച്ചാൽ കാറിന്റെ ലൈറ്റൊക്കെ ഉടനെ നല്ലൊരു തീരുമാനം. മതി കാറിന്റെ അവിടെ വെറുതെ ഫോൺ എടുത്ത് വെച്ചു. നീ ബുക്ക് ചെയ്ത
ഇത് തന്നെയല്ലേ ഇവിടെ ആളില്ലല്ലോ. ഇത് തന്നെ ആള്. ബുക്കിംഗ് ചെയ്യാത്ത